അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലാൻഡ് ക്വാർട്ടർ ഫൈനൽ മത്സരം. സ്കോർ ബോർഡിൽ 1-1. റെഡ് കാർഡ് കിട്ടി 10 പേരായി ചുരുങ്ങിയ സ്വിറ്റ്സർലാൻഡ് ഗോൾ കീപ്പർക്ക് മുമ്പിൽ ബാക്കി 9 താരങ്ങളെയും നിരത്തി അർജന്റീനയ്ക്ക് ഒരവസരവും നൽകാതെ അവർ സ്വിസ് ബാങ്ക് പോലെ അടച്ചുപൂട്ടി നിൽക്കുകയാണ്. അർജന്റീനിയൻ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ഒഴികെ ഇരു ടീമുകളിലെയും 20 താരങ്ങൾ സ്വിറ്റ്സർലാൻഡ് ബോക്സിനും മുമ്പിലുമായിട്ടാണ് കളിക്കുന്നത് എന്ന് പറഞ്ഞാലും തെറ്റില്ല. അന്നേരം കോച്ച് ലയണൽ സ്കലോണി 110 മിനിറ്റിൽ തന്റെ 6ാമത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുന്നു. അർജന്റീനിയൻ മധ്യനിരയെയും പ്രതിരോധത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എതിർ ടീമിന്റെ ഒരു കൗണ്ടർ അറ്റാക്ക് ഉണ്ടായാൽ അർജന്റീനൻ ആരാധകർ ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും നോക്കുന്ന ലിയാൻഡ്രോ പെരേഡസിനെ പിൻവലിച്ചിട്ട് അർജന്റീനയ്ക്ക് വേണ്ടി വിരലിൽ എണ്ണാവുന്ന മത്സരം മാത്രം കളിച്ച ബ്രസീലിയൻ ലീഗിലെ താരമായ മാനുവൽ ലോപ്പസിനെ കളത്തിലേക്ക് ഇറക്കുന്നു. ഓൾറെഡി ലയണൽ മെസ്സി, ലൗതാരോ, അൽവാരസ്, ഗോൺസാലസ് എന്നീ 4 സ്ട്രൈക്കർമാർക്കൊപ്പം അൽമാഡ എന്ന അറ്റാക്കിംഗ് താരവും ഗ്രൗണ്ടിലുള്ള സമയത്താണ് നിക്കോ പാസിനെ പോലെ ഒരു മധ്യനിര താരത്തെ ഇറക്കാതെ മറ്റൊരു സ്ട്രൈക്കറായ ലോപ്പസിനെ സ്കലോണി ഇറക്കിവിടുന്നത്. ഷൂട്ടൗട്ട് മുമ്പിൽ കണ്ടാണോ ഈ മാറ്റമെന്ന് ചിന്തിച്ചവർ ഏറെയാണ്. കാരണം ആ സമയം അർജന്റീന കളിക്കുന്നത് പറയത്തക്ക ഒരു ഫോർമേഷനിലല്ല. കടലാസിൽ വേണമെങ്കിൽ അതിനെ 3-1-1-5 എന്ന് വിളിക്കാം. മുമ്പ് ഇതുപോലെ അർജന്റീന കളിച്ചത് 2018 ലോകകപ്പിൽ ക്രൊയേഷ്യക്കെതിരെ ഗോൾ മടക്കുകയെന്ന ഉദ്ദേശത്തോടെ ഇറങ്ങിയപ്പോഴാണ്. പക്ഷേ അന്നത് അവസാനിച്ചത് 3-0 എന്ന വലിയ നാണക്കേടിലാണ്. അതുകൊണ്ട് തന്നെ ബോക്സ് പാർക്കിംഗ് ഡിഫൻസാണ് സ്വിറ്റ്സർലാൻഡ് കളിക്കുന്നതെങ്കിലും അവരൊരു കൗണ്ടർ അറ്റാക്ക് നടത്തിയാലോ എന്നുള്ള പേടിയോടെയാണ് ആരാധകർ കളി കണ്ടത്. എന്നാൽ കളത്തിലിറങ്ങിയ ലോപ്പസ് തന്റെ ആദ്യ ടച്ചിൽ തന്നെ ബോക്സിൽ നിന്നും ലഭിച്ച പന്തുമായി ബോക്സിന് പുറത്തേക്ക് ഓടുന്നു. ലോപ്പസിന് പിന്നാലെ 3 സ്വിറ്റ്സർലാൻഡ് താരങ്ങളും ഒപ്പം പോകുന്നു. ബോക്സിന് പുറത്ത് കഴുകൻ കണ്ണുകളുമായി കാത്തുനിന്ന അൽവാരസിന് ഷോട്ടെടുക്കാൻ പാകത്തിന് സ്വിറ്റ്സർലാൻഡ് പ്രതിരോധത്തിൽ ഒരു ചെറിയ വിടവ് ആ ഗ്യാപ്പിൽ രൂപപ്പെടുന്നു. ലോപ്പസിൽ നിന്ന് പന്ത് നേരെ അൽവാരസിലേക്ക്. തന്റെ ട്രേഡ്മാർക്ക് ഷോട്ടുമായി അൽവാരസ് സ്വിറ്റ്സർലാൻഡ് വലകുലുക്കുന്നു. അവിടെ അൽവാരസിന് ഷോട്ടെടുക്കാൻ പാകത്തിന് ബോക്സിൽ ഒരു വലിയ സ്പേസ് ക്രിയേറ്റായി സ്വിസ് താരങ്ങൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. പക്ഷേ കണ്ണിൽ കണ്ടത് തലച്ചോറിലേക്ക് എത്തുന്നതിൻ്റെ ആ ഫ്ലാക്ഷൻ ഓഫ് സെക്കൻഡിനുള്ളിൽ സ്കോർ ബോർഡ് 2-1 ആയിക്കഴിഞ്ഞു. 110 മിനിറ്റിലിറങ്ങി 112 മിനിറ്റിൽ ഗോളിന് വഴിയൊരുക്കുന്നു. എന്തൊരു മനോഹരമായ ഇമ്പാക്റ്റാണിത്. പിന്നീട് ഗോൾ മടക്കാൻ സ്വിറ്റ്സർലാൻഡ് താരങ്ങൾ ബോക്സ് വിട്ട് മുന്നോട്ട് കയറിയ ഗ്യാപ്പിൽ ലൗത്രോയിലൂടെ അർജന്റീന 3ാം ഗോൾ നേടി ക്ലോസ് ഔട്ട് ചെയ്തു. ഒരു സാധാരണ പാസുന്നതിനപ്പുറം ലോപ്പസ് നൽകിയത് ഒരു ടഫായിട്ടുള്ള പാസോ അല്ലെങ്കിൽ 2-3 താരങ്ങളെ ട്രിബിൾ ചെയ്ത് നൽകിയ പാസോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ മാക്കലിസ്റ്ററിൻ്റെയോ അൽവാരസിൻ്റെയോ ഗോൾ പോലെയോ അല്ലെങ്കിൽ ഈജിപ്തിനെതിരെ റൊമേറോ അടിച്ച ഗോളിന് മെസ്സി നൽകിയ പാസ് പോലെയോ ഈ അസിസ്റ്റ് ഒരു പക്ഷേ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടേക്കില്ല. എന്നാൽ കൃത്യമായ പ്ലാനിങ്ങോടെ എക്സിക്യൂട്ട് ചെയ്ത് അതിമനോഹരമായ ഒരു ഗോൾ റൂട്ടാണിത്. അൽവാരസിന്റെ ഫിനിഷിംഗ് പോലെ തന്നെ മനോഹരമായിരുന്നു ലോപ്പസ് അവിടെ ബുദ്ധിപൂർവ്വം ക്രിയേറ്റ് ചെയ്ത ആ ഒരു സ്പേസും.